ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓണസദ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് രസവും. അപ്പം രസം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ അരക്കപ്പിൽ 1/4 കപ്പ് അളവിലാണ് ഞാൻ പരിപ്പ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചു. ഇനി ഒരു 2 വിസിൽ ഒന്ന് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി രസപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു മുളകാണ് കേട്ടോ എടുത്തേക്കണം. ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പൂണിന് ആണ് ഞാൻ അളവ് എടുക്കുന്നത് കേട്ടോ. അപ്പം അതിന് 1/2 സ്പൂൺ കടലപ്പരിപ്പാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ 1/2 സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ നമ്മുടെ കുരുമുളക് എടുക്കുന്നുണ്ട്, മുഴുവൻ കുരുമുളക് എടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലി എടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയാണ് 1 സ്പൂൺ, ബാക്കിയെല്ലാം 1/2 സ്പൂൺ, ഏകദേശം ഒരു 1/2 സ്പൂൺ വീതമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി കായം ഉണ്ടെങ്കിൽ നമുക്കിതിനൊപ്പം വറുത്ത് പൊടിക്കാം. ഞാൻ കായപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതും ഒരു 1/2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ചില ആൾക്കാർ ഇതിൻ്റെ പരിപ്പിൻ്റെ തെളി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ രസം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനിത് ഇപ്പോൾ ഫുള്ളായിട്ട് പരിപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മുടെ രസത്തിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ളത് തക്കാളി. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ തക്കാളിയാണ് കേട്ടോ എടുത്തേക്കണത്. ഹൈബ്രിഡ് അല്ല, പുളിയുള്ള നാടൻ തക്കാളിയാണ് എടുത്തേക്കണത്. പിന്നെ കുറച്ച് പുളിയും ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് നന്നായിട്ട് അരിച്ചൊന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ രസം വയ്ക്കാനുള്ള പാത്രത്തിലേക്കാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു തക്കാളി ഒരു 8 പീസായിട്ടാണ് മുറിച്ച് ചേർക്കണത് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് ഇതുപോലെ പിളർന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ പുളിവെള്ളമൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ എരിവിൻ്റെ കൂടെ ചെറിയൊരു സ്വീറ്റ്നെസ്, ഒരു മധുരം വരും കേട്ടോ. അത് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതൊക്കെ ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ആ പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. പരിപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന രസപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് ഒരു ലേശം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം കടലപ്പരിപ്പ് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ നമ്മുടെ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയും ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളകും ജീരകവുമാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം സെപ്പറേറ്റ് വറുത്ത് മാറ്റി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അത് ഒരുമിച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുത്തു. അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുമന്ന മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ കായപ്പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടി ഇടുന്നില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് രസത്തിലേക്ക് ഇടുകയാണ്. ഇപ്പം നമ്മൾ കായം ആണ്, കട്ട കായമാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ആ കായം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ബാക്കി ഇതൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ രസപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രസവും നന്നായിട്ട് തിളച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ രസപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എരിവിനായിട്ട് ഒരു വറ്റൽമുളകും പിന്നെ ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല എരിവൊക്കെ വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാം കേട്ടോ. ഇപ്പം നമ്മൾ രസപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായ എടുത്ത് വെച്ച കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഉപ്പ് നോക്കിയപ്പം ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ രസത്തിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വറവലിടണം, അത്രയേ ഉള്ളൂ കേട്ടോ.
ചില ആൾക്കാർ ഇതിൽ വറുത്തിടാറില്ല കേട്ടോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഞാൻ ഇതിൽ എന്തായാലും കുറച്ച് കടുക് വറുത്തിടുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണയിൽ അന്ന് നമുക്കൊന്ന് വറുത്തിടാം കേട്ടോ. ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സാധാരണ വെളുത്തുള്ളി രസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഞാനും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സദ്യ കാര്യങ്ങൾ, ഓണം, അങ്ങനെ വിശേഷ അവസരങ്ങളിലൊന്നും അങ്ങനെ വെളുത്തുള്ളി ഇട്ട് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇടാത്ത രസം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിടാം കേട്ടോ. പക്ഷേ വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു രസമാണ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രസമാണ് കേട്ടോ. അപ്പം നമ്മുടെ രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. രസം തന്നെ പല രീതിയിൽ, പല ആൾക്കാരും പല രീതിയിലാവും ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഓരോ സമയം ഓരോ ടൈപ്പ് രസം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പരിപ്പിടാത്ത രസം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ രസം പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ രസം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ രസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്